ഗസയിൽ വെടിനിർത്തൽ കരാറിൽ ബന്ദി കൈമാറ്റം തുടങ്ങി. വിട്ടയച്ച 3 ബന്ദികളും സൗത്ത് ഇസ്രായേലിലെ ആദ്യ പോയിന്റിൽ എത്തി. വിഷ്ണു എസ് വിജയൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. വിഷ്ണു, 15 മാസത്തിന് ശേഷമാണ് ബന്ദികൾ മോചിതരാകുന്നത്. ഇവർ ആരൊക്കെയെന്നുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ഇസ്രായേലിന് കൈമാറിയിരുന്നു ഹമാസ്. ഇവരാരൊക്കെയെന്ന വിവരം നിലവിൽ പുറത്തു വരുന്നുണ്ടോ? ഗസയിൽ നിന്ന് സമാധാനത്തിന്റെ ആദ്യ വാർത്തകൾ പുറത്തു വരികയാണ്. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം 3 ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരിക്കുന്നു. ഈ 3 പേരും ഇസ്രയേലിൽ നിന്നുള്ള വനിതകളാണ്. ഈ വനിതകളെ വിട്ടയച്ചുകൊണ്ടുള്ള ഈ വനിതകളെയും കൊണ്ടുള്ള റെഡ് ക്രസന്റ് സംഘത്തിൻ്റെ ആദ്യ വാഹനം ഇസ്രയേലിലെ സൗത്ത് ഇസ്രയേലിൽ എത്തിയിരിക്കുന്നു. ഈ സൗത്ത് ഇസ്രയേലിൽ ഇതിനുവേണ്ടി ഈ ബന്ദികളെ സ്വീകരിക്കാൻ വേണ്ടി ഒരു ക്യാമ്പ് സജ്ജീകരിച്ചിരുന്നു. ഈ ക്യാമ്പിലേക്കാണ് ഈ ബന്ദികളെ കൊണ്ടുവന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങുന്ന ഒരു വലിയ സംഘം ഈ 3 വനിതകളെയും സ്വീകരിച്ചു. അതിനുശേഷം ഇവരെ വിദഗ്ധ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കിയതിനു ശേഷം ഇവരെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇസ്രയേൽ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, വളരെ ചർച്ച ചെയ്ത അല്ലെങ്കിൽ ലോകം ഞെട്ടിവിറച്ചു നിന്ന നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഹമാസും ഇസ്രയേലും ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിയിരിക്കുകയാണ്. 46,000 പേരുടെ ജീവനെടുത്ത ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതി ആയി മാറിയ ഗസ യുദ്ധത്തിന് ഒരു വിരാമം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ബന്ദിമോചനത്തിന് പിന്നാലെ തന്നെ ഇസ്രായേൽ തടവിലാക്കിയിരിക്കുന്ന 95 പലസ്തീൻ സ്വദേശികളെ വിട്ടയക്കും എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഇതായിരുന്നു കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു സന്ധി എന്ന് പറയുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 3 ഇസ്രയേൽ പൗരന്മാരെ വിട്ടയക്കുമ്പോൾ 95 പലസ്തീൻ പൗരന്മാരെ ഇസ്രയേൽ വിട്ടയക്കും എന്നായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട കരാർ ഉണ്ടായിരുന്നത്. ആ കരാർ ഇപ്പോൾ ഇരു കൂട്ടരും, അതായത് ഹമാസും ഇസ്രയേലും അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നീക്കമാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ വിട്ടയക്കാനായിരുന്നു ഹമാസ് തീരുമാനിച്ചിരുന്നത്. ഈ 33 ബന്ദികൾ ആരൊക്കെയാണ് എന്നതിൽ ചില ആശയക്കുഴപ്പങ്ങളും ആശങ്കകളുമൊക്കെ ഇസ്രയേലിനുണ്ടായിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഈ കരാർ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു നിമിഷത്തിലേക്ക് വരെ എത്തി. കാരണം ഗസയിൽ നിന്ന്, അതായത് ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഈ ബന്ദികൾ ആരൊക്കെയാണ് എന്നുള്ള തരത്തിൽ ഒരു വിവരണം ലഭിച്ചിരുന്നില്ല. ഈ വിവരണം ലഭിച്ചില്ല എന്ന് വ്യക്തമാക്കിയാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഈ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞത്. എന്നാൽ ആ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം തന്നെ ഹമാസ് ഈ 3 പേരുടെ പേരുകൾ വെളിപ്പെടുത്തുകയും ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്നും ഇവരുടെ പ്രൊഫഷൻ എന്താണെന്നും വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള കരാർ പ്രാബല്യത്തിൽ വരുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്താൻ വേണ്ടി. ഈ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ ഇസ്രയേൽ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് വന്നിരിക്കുന്നു. ഹമാസും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി കാത്തിരിക്കുന്നത് ലോകം കണ്ട മഹായുദ്ധത്തിന് വിരാമമായിരിക്കുന്നു. ഇനി ലോകം കാത്തിരിക്കുന്നത്